ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, ഒരാൾ കൂടി മരിച്ചു. ദുരന്തത്തിൽ 14 മരണം. തൃശൂർ വെടിക്കെട്ട് അപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹ ആധികാരികത ഉറപ്പാക്കിയ ശേഷം ശരിയായ രേഖകൾ ലഭിച്ചാൽ കേസെടുക്കാമെന്ന് കേരള പോലീസ്. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നതാണ് പൊതുവികാരം. നിലപാട് അറിയിച്ച് പാറമേക്കാവ് ദേവസ്വം. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ മെഗാ ഡാൻസ് ഫെസ്റ്റ് കണ്ണൂരിൽ. നിതിന് നീതിക്കായി ക്യാമ്പസ് ജനാധിപത്യ അവകാശ സംരക്ഷണ സദസ്സ് 25-ന്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ച് കല്യാൺ ജ്വല്ലേഴ്സും MA യൂസുഫ് അലിയും. വൈറൽ പാട്ടിൽ വിഷു തൂക്കി, കുഞ്ഞുമിടുക്കിയെ കാണാൻ മണിയാശാനെത്തി, സമ്മാനമായി സൈക്കിളും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ മുണ്ടത്തിക്കോടിലെ പടക്ക നിർമ്മാണശാലയുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 14ആയി. ചികിത്സയിലായിരുന്ന പാലക്കാട് പട്ടാമ്പി മുതുമല കോഴിക്കോട്ട് സ്വദേശി കുളിക്കുന്ന് വീട്ടിൽ പ്രവീൺ 45 മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ 90% പൊള്ളലേറ്റ പ്രവീൺ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് പ്രവീൺ ഒരു പടക്ക നിർമ്മാണശാലയിൽ ജോലിക്കായി എത്തുന്നത്. സുഹൃത്തായ സുരേഷിൻ്റെ സഹോദരൻ സുജിത്ത് എന്നിവർക്കൊപ്പമാണ് പ്രവീൺ മുണ്ടത്തിക്കോട്ടെ പടക്കശാലയിൽ ജോലിക്ക് എത്തിയത്. സ്ഫോടനം നടന്നയുടൻ സുരേഷും സുജിത്തും സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും പ്രവീണിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പടക്കശാലയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. തൊഴിൽശാലയിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന രേഖകൾ കത്തിപ്പോയതിനാൽ അവിടെ എത്ര പേരുണ്ടായിരുന്നെന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. ചൊവ്വാഴ്ച പകൽ 3:20 തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗം വെടിക്കോപ്പുകൾ തയ്യാറാക്കിയ കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. കടുത്ത ചൂടിനെ തുടർന്ന് ഉണക്കാനിട്ട വെടിമരുന്നിന് തീപിടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ഷെഡുകൾ പൂർണ്ണമായും തകർന്നു. 3 മണിക്കൂറിലധികം സ്ഫോടനങ്ങൾ തുടർന്നതിനാൽ ആദ്യ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രി കളക്ടറുടെയും കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടക്കുന്നതിനിടെ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായത് ആശങ്ക പരത്തി. പ്രദേശത്ത് ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ മെഗാ ഡാൻസ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ. ഹാപ്പിനെസ് ഫൗണ്ടേഷൻ APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവൽ കണ്ണൂരിൽ മെയ് മാസം നടക്കും. 10 to 15, 16 to 25, 25 മുകളിൽ പ്രായം എന്നീ കാറ്റഗറിയിലാണ് മത്സരം. സിംഗിൾ ഇനത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം എന്നിവയിൽ മത്സരം ഉണ്ടാകും. ഗ്രൂപ്പിനത്തിൽ സംഘനൃത്തം 7 പേർ, തിരുവാതിര 10 പേർ, ഒപ്പന 10 പേർ, നാടോടി നൃത്തം 7 പേർ, കൈകൊട്ടിക്കളി 10 പേർ എന്നിവയിൽ മത്സരം ഉണ്ടാകും. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങൾ നൽകും. ജില്ലയിലെ മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് ടീച്ചർ എന്നിവർക്ക് പ്രത്യേക പുരസ്കാരവും നൽകും. ഡാൻസ് മത്സരത്തിനുള്ള രജിസ്ട്രേഷനും പുരസ്കാരം അപേക്ഷകളും കണ്ണൂർ വലിയ വളപ്പ് കാവ് റോഡിലുള്ള ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ 944 73 72 316, 944 694 76 93. നിതിക്കായി ക്യാമ്പസ് ജനാധിപത്യ അവകാശ സംരക്ഷണ സദസ്സ് 25-ന്. ജാതിയുടെയും നിറത്തിൻ്റെയും പേരുള്ള അധിക്ഷേപങ്ങളുടെയും പീഡനങ്ങളുടെയും തുടർന്ന് മരണത്തിന് ഇരയാക്കപ്പെട്ട അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന് നീതിക്കായി എന്ന പേരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യുവസമിതിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് ജനാധിപത്യ അവകാശ സംരക്ഷണ സദസ്സ് 25-ന് ശനിയാഴ്ച കണ്ണൂർ മഹാത്മാമന്ദിരം അങ്കണത്തിൽ നടക്കും. കലാലയങ്ങളിൽ ജനാധിപത്യപരവും സർഗാത്മകവും സൗഹൃദപരവുമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് ആവശ്യമുന്നയിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാളവിക ബിന്നി, ഡോക്ടർ TK പ്രസാദ്, നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ തുടങ്ങിയവർ സംസാരിക്കും. ക്യാമ്പസ് ജനാധിപത്യം എന്ന വിഷയത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു, SFI ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ്, AISF ജില്ലാ സെക്രട്ടറി ജസന്ത് C, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അച്യുത് അശോകൻ, മെഡിക്കോൺ സംസ്ഥാന വൈസ് ചെയർമാൻ ഡോക്ടർ ആവണി TC, സാങ്കേതം സംസ്ഥാന കമ്മിറ്റി അംഗം റോഷിത് PV, കണ്ണൂർ മെഡിക്കൽ കോളേജ് മെഡിക്കോൺ കമ്മിറ്റി അംഗം കൃഷ്ണപ്രിയ അവിയം, യുവസമിതി ജില്ലാ കൺവീനർ ദീപു പേരാവൂർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രതിരോധ ചിത്രരചന, പാട്ടുകൂട്ടം തുടങ്ങിയ പരിപാടികളും ഉണ്ടാകും. അമ്മത്തൊട്ടിലിൽ വർണ്ണപ്പെട്ടിണിഞ്ഞ് ഭൗമിക.
തിരുവനന്തപുരത്തെ അമ്മ തൊട്ടിലിൽ പുതുവത്സരത്തിലെ 4ാമത്തെ അതിഥി എത്തി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി 10:20-നാണ് 10 ദിവസം പ്രായവും 3.45 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞ് അമ്മക്കൂടണഞ്ഞത്. പുതിയ അതിഥിക്ക് ഭൗമിക എന്ന പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺഗോപി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഓറഞ്ച് നിറത്തിലുള്ള ബഹുവർണ്ണ കുഞ്ഞുടുപ്പ് അണിഞ്ഞാണ് പെൺകുഞ്ഞിൻ്റെ വരവ്. 2025 സംസ്ഥാനത്തെ അമ്മത്തൊട്ടിലിൽ വഴി 45 കുട്ടികളെയും ഈ വർഷം 4 കുട്ടികളെയുമാണ് ലഭിച്ചത്. തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ആരോഗ്യ പരിശോധന നടത്തിയ ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അധികൃതർ അറിയിച്ചു. ഭൗമികയുടെ ദത്തതക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമിതി അധികൃതരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് ജനറൽ സെക്രട്ടറി അറിയിച്ചു. തൃശൂർ വെടിക്കെട്ടപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തെ സവിശേഷമായ ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ദുരന്ത ബാധിതരുടെ ആവശ്യമുള്ള സഹായങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ആണ് നടപടിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക വിനിയോഗിക്കുക. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 6 മാസ കാലം ഇവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കും. ഇതിനാവശ്യമായ തുക സർക്കാർ നേരിട്ട് നൽകും. സ്ഫോടനത്തിൽ തകർന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. അടിയന്തര സഹായങ്ങൾക്കായി 50 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ അധ്യക്ഷനാകും. അപകട സ്ഥലത്ത് നിന്ന് ഇനിയും കണ്ടെത്താനുള്ള അവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്തും. ഇതിനായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം തൃശ്ശൂരിലെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കുംഭമേളയിലൂടെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് കേരള പോലീസ്. ശരിയായ രേഖകൾ ലഭിച്ചാൽ മാത്രം കേസെടുക്കാമെന്ന് പോലീസ് അറിയിച്ചു. പട്ടികവർഗ കമ്മീഷന്റെ സിറ്റിംഗിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് കേസിലെ പരാതിക്കാരൻ പറയുന്നു. തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്നും പെൺകുട്ടി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ച് ആധികാരികത ഉറപ്പാക്കിയ ശേഷമാണ് വിവാഹത്തിന് ആവശ്യമായ സഹായം നൽകിയതെന്നാണ് നേരത്തെ കേരള പോലീസ് പറഞ്ഞത്. ഇപ്പോൾ കമ്മീഷൻ തങ്ങളുടെ കണ്ടെത്തലുകൾ കേരള മധ്യപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ വിശദീകരിച്ചു. ഇതിനു പിന്നാലെയാണ് ശരിയായ രേഖകൾ ലഭിച്ചാൽ ഫർമാൻ ഖാനെതിരെ കേസെടുക്കാമെന്ന് കേരള പോലീസ് നിലപാട് അറിയിച്ചത്. തൃശൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ DGP റവാഡ ചന്ദ്രശേഖരന് പകരം തിരുവനന്തപുരം റേഞ്ച് DIG ഹിമേന്ദ്രനാഥാണ് കേരള പോലീസിനു വേണ്ടി കമ്മീഷന് മുമ്പാകെ ഹാജരായത്. പട്ടികവർഗ കമ്മീഷന്റെ സിറ്റിംഗ് ഇന്ന് അവസാനിച്ചു. മാർച്ച് 11-ന് പൂവാറിനടുത്ത് അരമന്നൂർ ക്ഷേത്രത്തിലായിരുന്നു വൈറൽ പെൺകുട്ടിയുടെയും ഫയർമാൻ ഖാന്റെയും വിവാഹം. കേരളത്തിൽ ചലച്ചിത്ര ചിത്രീകരണത്തിനെത്തിയ പെൺകുട്ടിയും സഹപ്രവർത്തകനായ ഫർമാനും ഒരുമിച്ചാണ് തമ്പാനൂർ പോലീസിൽ എത്തിയത്. അച്ഛന്റെ സഹോദരിയുടെ മകനെ വിവാഹം ചെയ്യാൻ അച്ഛൻ നിർബന്ധിക്കുന്നുവെന്നും ഒപ്പം വന്ന സഹപ്രവർത്തകനെ വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്നും പെൺകുട്ടി അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ പരിശോധിച്ച് ഇരുവരുടെയും വിവാഹം നടത്തിയത്. വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും. വെടിക്കോപ്പ് നിർമ്മാണത്തിൽ സഹായത്തിലേർപ്പെട്ടിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റായ ചിറക്കൽ ഇഞ്ചമുടി സ്വദേശി വടക്കേപുരിയിൽ ബിജീഷ് 40 മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധൻ പകൽ 4-ന് നാട്ടിക പൊതു ശ്മശാനത്തിൽ സംസ്കരിച്ചു. പൂരങ്ങളെയും വെടിക്കെട്ടിനെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബിജീഷ് തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്നതിൽ സഹായിച്ചുകൊണ്ടിരിക്കെ സ്ഫോടനത്തിൽ പെടുകയായിരുന്നു. നിരവധി സിനിമകളിൽ പ്രമുഖ നടീനടന്മാരുടെ മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ നായികയായിരുന്ന തുടക്കം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി പ്രവർത്തിച്ചത്. പരേതനായ ബാലനാണ് അച്ഛൻ. അമ്മ കാഞ്ചന. സഹോദരങ്ങൾ ബാബു, ബിജി, ബിനിൽ, ബീന. ചൊവ്വാഴ്ച പകൽ 3:20-ഓടെയാണ് തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗം വെടിക്കോപ്പുകൾ തയ്യാറാക്കിയ കേന്ദ്രത്തിൽ അപകടമുണ്ടായത്.
കടുത്ത ചൂടിനെ തുടർന്ന് ഉണക്കാനിട്ട വെടിമരുന്നിന് തീപിടിച്ചതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്തണമെന്നതാണ് പൊതുവികാരം. നിലപാടറിയിച്ചോ പാറമേക്കാവ് ദേവസ്വം. തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം നടത്താൻ പാറമേക്കാവ് ദേവസ്വത്തിന്റെ നിർദ്ദേശം. മുൻപ് 2006 വെടിക്കെട്ട് അപകടം നടന്നപ്പോൾ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും നടന്നിരുന്നതായി. സമാനമായി ഇക്കുറിയും അങ്ങനെ ചെയ്യണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ദേവസ്വം അറിയിച്ചു. ഈ തീരുമാനങ്ങൾ നാളെ നടക്കുന്ന യോഗത്തിലും അറിയിക്കും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. 2006 പാറമേക്കാവുമായി ബന്ധപ്പെട്ട് പരിസരത്ത് ഒരു വെടിക്കെട്ട് അപകടം നടന്നു. അന്ന് പൂരവും കുടമാറ്റവും ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായത്. പാറമേക്കാവ് ദേവസ്വം അധികൃതർ പറഞ്ഞു. 2006 അപകടമുണ്ടായ സമയത്ത് കുടമാറ്റങ്ങൾക്കൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. വെടിക്കെട്ട് ഏതെങ്കിലും ചെയ്യണം, എന്നാൽ നിർമ്മിച്ച പടക്കങ്ങൾ നശിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട നടപടികളോടുണ്ടെന്നും അറിയിച്ചു. 75 ലക്ഷം രൂപയോളം ചെലവായിട്ടുണ്ട്. പലരുടെയും 9 മാസത്തെ പ്രവർത്തനമാണ്. അതിനാൽ ആചാരങ്ങളെല്ലാം നടത്തണമെന്നാണ് പൊതുവികാരം. നാളത്തെ യോഗത്തിൽ ഈ കാര്യം അറിയിക്കുമെന്നും പാറമേക്കാവ് പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച രാവിലെ 10:30 തൃശൂർ കളക്ടറേറ്റിലാണ് യോഗം നടക്കുന്നത്. ബന്ധപ്പെട്ട ദേവസ്വങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിൽ പൂരവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എങ്ങനെയായിരിക്കണം ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളും. പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന മുണ്ടത്തിക്കോട്ട ശാലയിൽ കഴിഞ്ഞ ദിവസമാണ് ഉഗ്ര സ്ഫോടനമുണ്ടായത്. 14 പേർ ഇതിനകം മരിച്ചു. 10 പേർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 2 പേർക്ക് 70% പൊള്ളലുണ്ട്. ഉച്ചതിരിഞ്ഞ് 3:30 ആരംഭിച്ച സ്ഫോടന പരമ്പര 2 മണിക്കൂറോളം തുടർന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച് കല്യാൺ ജ്വല്ലേഴ്സും MA യൂസുഫ് അലിയും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച 14 പേരുടെ കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചു കല്യാൺ ജ്വല്ലേഴ്സ് MD DS കല്യാണരാമനും പ്രമുഖ വ്യവസായി ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലിയും. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നൽകുമെന്ന് TS കല്യാണരാമൻ അറിയിച്ചു. തുക തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഏൽപ്പിച്ചതായും കല്യാണരാമൻ അറിയിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾ 1 ലക്ഷം രൂപയുടെ, പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും നൽകുമെന്ന് MA യൂസുഫ് അലിയും അറിയിച്ചു. അപകടത്തെ സവിശേഷ ദുരന്തമായി കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിരുന്നു. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് അന്വേഷിക്കുക. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും അനുവദിക്കാനാണ് തീരുമാനം. പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കാനും തീരുമാനമായി. പരിക്കേറ്റവരുടെ 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ചൊവ്വാഴ്ച പകൽ 3:30 തൃശൂർ പൂരത്തിനായി തിരുവമ്പാടി വിഭാഗം വെടിക്കോപ്പുകൾ തയ്യാറാക്കിയ കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. കടുത്ത ചൂടിനെ തുടർന്ന് ഉണക്കാനിട്ട വെടിമരുന്ന് തീപിടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 ഷെഡുകൾ പൂർണ്ണമായും തകർന്നു. 3 മണിക്കൂറുകളിലധികം സ്ഫോടനങ്ങൾ തുടർന്നതിനാൽ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രി കലക്ടറുടെയും കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടക്കുന്നതിനിടെ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായതായും ആശങ്ക പരത്തി. പ്രദേശത്ത് ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. ഇന്ന് ചികിത്സയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരാൾ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെയാണ് മരണസംഖ്യ 14 ഉയർന്നത്. വെടിക്കെട്ട് നിരോധിക്കാനല്ല, പാറ്റേൺ മാറ്റുന്നത് ശുപാർശ ചെയ്യും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടുകളുടെ പാറ്റേൺ മാറ്റുന്നത് സംബന്ധിച്ച ശുപാർശ സർക്കാരിന് നൽകുമെന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിന് ചുമതല വഹിക്കുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. വെടിക്കെട്ട് നിരോധിക്കണമെന്ന് പറയാനാകില്ല. പരമ്പരാഗതമായി ഈ മേഖലയിൽ ധാരാളം പേർ തൊഴിലെടുക്കുന്നുണ്ട്. ലോകത്തിലെമ്പാടും വെടിക്കെട്ടുകളുണ്ട്. കുറച്ചുകൂടി ഭംഗിയുള്ളതും അപകട സാധ്യത കുറവുള്ളതുമാണ് ചൈനീസ് പടക്കങ്ങൾ. അവിടെ ലൈറ്റിനാണ്, ശബ്ദത്തിനല്ല പ്രാധാന്യം. കൃത്യമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് വേണം വെടിക്കെട്ടുകൾ നടത്തേണ്ടതെന്നും രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും വലിയ ചൂടുള്ള സമയത്താണ് തൃശൂർ പൂരം നടക്കുന്നത്. വെടിമരുന്നിന് ചൂട് കൂടിയാൽ തന്നെ തീപിടിക്കാം. മുണ്ടത്തിക്കോട് അപകടമുണ്ടായ വെടിക്കെട്ട് പുരയിൽ ഇലക്ട്രിക് സ്പാർക്കോ മറ്റോ ഉണ്ടായതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിന്റെ ഉപയോഗം കൂടുന്നതാണ്.
ഷെഡുകൾ അടുത്തടുത്ത് അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വ്യാപ്തിയുള്ള അപകടം സംഭവിക്കില്ലെന്നായിരുന്നു. ഒരു ഷെഡിനകത്ത് ഇത്രയും അധികം ആളുകളെ അനുവദിക്കരുത്. ഇത്രമാത്രം വെടിക്കോപ്പുകൾ അവിടെ സൂക്ഷിക്കുകയും ചെയ്യരുത്. അപകടമുണ്ടായാൽ അവിടേക്ക് സഹായം എത്തിക്കാൻ സൗകര്യമുണ്ടാകണം. തൊഴിലാളികൾക്ക് കൃത്യമായ ബോധവൽക്കരണവും ആവശ്യമാണ്. ചട്ടലംഘനങ്ങളും ആശ്രിതയും ഉണ്ടായിട്ടുണ്ട്. മുൻകരുതലുകൾ എടുക്കാത്തതിനാലാണ് ഇത്രയും വലിയ അപകടമുണ്ടായത്. സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല, അത് ദേവസ്വങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇത്തരം സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ആവശ്യമാണ്. മുൻപുണ്ടായ അപകടങ്ങളും അതിനെ തുടർന്നുണ്ടായ കണ്ടെത്തലുകളും പരിശോധിക്കും. മറ്റ് സ്ഥലങ്ങളിൽ പൂരം നടത്തുന്നവരുമായും വിദഗ്ധരുമായും അഭിപ്രായവും കേട്ട് എല്ലാവരും പരിശോധിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു. വൈറൽ പാട്ടിൽ വിഷുതൂക്കി കുഞ്ഞുമിടുക്കിയെ കാണാൻ മണിയാശാനെത്തി. സമ്മാനമായി സൈക്കിളും. 33 കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ. വൈറലായ ഗാനത്തിന് ചുവട് വെച്ച് വിഷുതൂക്കിയ 4 വയസ്സുകാരിയെ കാണാൻ MM മണിയെത്തി. കൂടെ സമ്മാനമായി കരുതിയ കുട്ടി സൈക്കിളും. മുഹമ്മ സ്വദേശി നിയ മോളെ കാണാനാണ് മുതിർന്ന CPM നേതാവും MLA-യുമായ MM മണി മുഹമ്മയിലെ വീട്ടിലെത്തിയത്. വിഷു ആഘോഷത്തിനിടയിൽ 4 വയസ്സുകാരി പാടുന്ന വീഡിയോ കോൺഗ്രസുകാർക്ക് ഇലക്ഷൻ കഴിഞ്ഞുവന്ന വിഷുവായിട്ട് കൈനീട്ടം തന്നില്ല എന്ന് പറയരുത് എന്ന് അടിക്കുറിപ്പോടെ MM മണി ഫേസ്ബുക്ക് പങ്കുവച്ചിരുന്നു. പിന്നിലെ ഈ വീഡിയോ കേരളം ഏറ്റെടുക്കുകയായിരുന്നു. മുഹമ്മ തുരുത്തൻ കവലയ്ക്ക് സമീപം ശ്രീരാഗം വീട്ടിൽ CS ശരത് ശില്പ ദമ്പതികളുടെ മകളാണ് നിയ. വിഷുത്തലേന്ന് വീട്ടിൽ കമ്പിത്തിരി കത്തിച്ച് ചുവട് വെച്ച് പാടിയപ്പോൾ അമ്മ ശില്പിയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി പിരിച്ച പണം കവർന്ന കോൺഗ്രസ് നേതൃത്വത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഗാനം തയ്യാറാക്കിയത് കുവൈത്തിലെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരാണ്. പാട്ടും വീഡിയോയും വൈറലായതോടെ കലാപ്രവർത്തകരാണ് നിയെ നേരിൽ കണ്ട് അനുമോദിക്കാൻ അവസരമൊരുക്കിയത്. കലയുടെ സ്നേഹോപഹാരമായി MM മണി നിയക്ക് സൈക്കിൾ സമ്മാനിച്ചു. കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. തിന്മകൾക്കെതിരെ പ്രായബദ്ധ്യമേനെ സാമൂഹ്യ പ്രതികരണം ഉയർന്നു വരണമെന്ന് MM മണി പറഞ്ഞു. പാടിയും ആടിയും ഈ വിഷയത്തെ കൂടുതൽ പേരിലേക്ക് എത്തിച്ച നിയമോൾ അഭിനന്ദനം അർഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. CPM, DYFI, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ നിയമോൾ ചേച്ചി ദിയമോൾക്കും പഠനോപകരണങ്ങൾ ഉൾപ്പെടെ സമ്മാനിച്ചു. CPM മുഹമ്മ നോർത്ത് ലോക്കൽ സെക്രട്ടറി D ഷാജി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി R നാസർ, മാരാരിക്കുളം ഏരിയ സെക്രട്ടറി P രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ S രാധാകൃഷ്ണൻ, കയർ കോർപ്പറേഷൻ ചെയർമാൻ G വേണുഗോപാൽ, കലാ സെക്രട്ടറി KK സുന്ദർശൻ എന്നിവർ സംസാരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CK സുരേന്ദ്രൻ, KD അനിൽകുമാർ, മുഹമ്മ മജീദ് പ്രസിഡന്റ് M അരുൺമോഹൻ, കലാപ്രവർത്തകൻ MR തൃപ്തികുമാർ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിയിലേക്ക് വാ, കടൽക്കാറ്റേറ്റ് ഉല്ലസിക്കാം. കടൽക്കാറ്റേറ്റ് ഉല്ലസിക്കാനും ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനും ഇനി ജില്ലാ കോടതിക്ക് മുൻവശത്തെ സെന്റിനറി പാർക്കിലേക്ക് പോകാം. നവീകരിച്ച പാർക്ക് 24 വൈകിട്ട് 6 സ്പീക്കർ AN ഷംസീർ നാടിന് സമർപ്പിക്കും. പാർക്കിലെ ഓപ്പൺ സ്റ്റേജിൽ ചേരുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനാകും. വിവാഹം, ജന്മദിനാഘോഷങ്ങൾ, ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കാൻ കഴിയും വിധമാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തത്. ബാങ്കിന്റെ 80-ാം വാർഷികാഘോഷം റെപ്കോ ചെയർമാൻ കാരായി രാജനും സൗരജ്യോതി വായ്പാ പദ്ധതി ASP ഡോക്ടർ M നന്ദഗോപാലും കനകധാര വായ്പാ പദ്ധതി ജോയിന്റ് രജിസ്ട്രാർ PV വത്സരാജും ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ഉണ്ണിരാജ് വിശിഷ്ട അതിഥിയാകും. രാത്രി 7:30 ഫ്ലോക്കാർ അവാർഡ് ജേതാക്കളായ സുലൈഖ ബഷീറും ഇന്ദിര ജോയും സംഘവും നയിക്കുന്ന ഇശൽ രാവ് തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് 3.5 കോടി രൂപ ചെലവിലാണ് സെന്റിനറി പാർക്ക് നവീകരിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺഗ്രസ് സൊസൈറ്റിയാണ് നവീകരണം നിർവഹിച്ചത്. നഗരസഭയുമായുമുള്ള ധാരണാപ്രകാരം 10 വർഷത്തേക്കാണ് പാർക്ക് നടത്തിപ്പിന് ബാങ്കിന് കൈമാറിയത്. പൂക്കളുടെയും ചെടികളുടെയും മനോഹരമായ ദൃശ്യഭംഗി ആസ്വദിച്ചും വൃക്ഷത്തൈലത്തിലൂടെ നടന്നും ഉല്ലാസം അടിപൊളിയാക്കാനുള്ള വൈബാണ് സെന്റിനറി പാർക്കിൽ ഒരുക്കിയത്. ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം, സീ വ്യൂ പോയിന്റ്, സ്കേറ്റിംഗ് യാർഡ്, ഓപ്പൺ ഓഡിറ്റോറിയം, കാളവണ്ടി സെൽഫി പോയിന്റ്, രാഘവൻ മാസ്റ്റർ സ്റ്റാച്യു, തലശ്ശേരി പൈതൃക പിക്ചർ വാൾ, ഉല്ലാസ തൊട്ടിലുകൾ, ഫുഡ് കോർട്ട്, ഐസ്ക്രീം പാർലർ, ജ്യൂസ് കോർണർ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. മോർണിംഗ് ഈവനിംഗ് വാക്കിനും യോഗ, കരാട്ടെ പരിശീലനത്തിനും പാർക്കിനെ ഉപയോഗിക്കാം. ദിവസവും പകൽ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം.
10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 20 രൂപ ടിക്കറ്റിലാണ് പ്രവേശനം. ഉദ്ഘാടന പ്രവേശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വാത്സൻ, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ COT ഷബീർ, ഡയറക്ടർമാരായ TC അബ്ദുൽ കിലാബ്, ആമിന മാളിക്കൽ, CK പ്രകാശൻ, ജനറൽ മാനേജർ CM സന്തോഷ് കുമാർ, ചീഫ് അക്കൗണ്ടന്റ് KK ഷാദ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ ഫുഡ് ഫോറസ്റ്റ് നടപ്പാക്കാൻ ഹരിത കേരള മിഷൻ. തരിശിടങ്ങളിൽ ഭക്ഷ്യവിളകളുടെ വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗം, പുൽച്ചെടികൾ എന്നിവ ശാസ്ത്രീയമായി നട്ടുപിടിപ്പിക്കുന്ന ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയം നടപ്പാക്കാൻ ഒരുങ്ങി ഹരിത കേരള മിഷൻ. പച്ച തുരുത്തുകൾ ഇനി മുതൽ ഫുഡ് ഫോറസ്റ്റ് എന്ന ആശയത്തിനനുസരിച്ചാണ് നടപ്പാക്കുക. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലാകെ 324 പച്ച തുരുത്തുകളാണ് ഒതുക്കിയിട്ടുള്ളത്. ഇത് 500ആയി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ജൈവവള നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കും. ഇതോടൊപ്പം മുളവ്യാപന പരിപാടിക്കും ഹരിത കേരള മിഷൻ രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യപടിയായി മുളത്തൈകൾ തയ്യാറാക്കുന്ന നഴ്സറികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിനുള്ള കർമ്മ പരിപാടിയും തയ്യാറാക്കിയിട്ടുണ്ട്. KK പ്രഭാകരന് യാത്രയപ്പ് നൽകി. ദീർഘകാലം കൂടാളി പൊതുജന വായനശാല ലൈബ്രറിയായി വിരമിച്ച KK പ്രഭാകരനെ ലൈബ്രറിയൻസ് യൂണിയൻ തലശ്ശേരി താലൂക്ക് കമ്മിറ്റി യാത്രയപ്പ് നൽകി. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ ഉപഹാരം സംസ്ഥാന കമ്മിറ്റി അംഗം K ശശീന്ദ്രനും, യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ ഉപഹാരം ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി N സുധനും നൽകി. ലൈബ്രറി കൗൺസിൽ മേഖലാ പ്രസിഡന്റ് PK വേണുഗോപാലൻ സംസാരിച്ചു. രാഗസുധ രസ വാർഷിക ആഘോഷം. രാഗസുധ രസ എന്ന വാട്സപ്പ് സംഗീത കൂട്ടായ്മ കണ്ണൂർ സൺഷൈൻ ഹെറിറ്റേജിൽ വെച്ച് 1ാം വാർഷികം ആഘോഷിച്ചു. വിവിധ കലാപരിപാടികൾ കൊണ്ടാകി. അഡ്മിന്മാരായ വിജയൻ ചെങ്ങന്നൂർ, ശ്രീകാന്ത് ചെനോളി, ജ്യോതിന്ദ്രൻ, ജെറീന സഞ്ജയ്, വിജയ് അശോക്, ശില്പ ശരത്, ശ്യാമള ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഓൺലൈൻ തട്ടിപ്പ്. ചക്കരക്കൽ സ്വദേശിക്ക് 72 ലക്ഷം രൂപ നഷ്ടമായി. ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിൻ്റെ പേരിൽ തട്ടിപ്പ്. കണ്ണൂർ ചക്കരക്കൽ സ്വദേശിയായ 60കാരന് 72 ലക്ഷം രൂപയിലധികം നഷ്ടമായി. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിൽ കണ്ട അമിത ലാഭ വാഗ്ദാനത്തിൽ ആകർഷനായാണ് പരാതിക്കാരൻ ലക്ഷങ്ങൾ നഷ്ടമാക്കിയത്. ഫേസ്ബുക്കിൽ കണ്ട പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തതോടെ തട്ടിപ്പു സംഘത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും അംഗമായി. വാട്സപ്പ് വഴി പരാതിക്കാരനെ ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘം ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഫെബ്രുവരി 14 മുതൽ ഏപ്രിൽ 4 വരെയുള്ള കാലയളവിൽ പല തവണകളായി വിവിധ അക്കൗണ്ടുകളിലേക്ക് 72,27,900 രൂപ തട്ടിയെടുക്കുകയായിരുന്നു. തുടർന്ന് വാഗ്ദാനം ചെയ്ത ലാഭവിഹിതമായി നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. ഗതാഗത നിയന്ത്രണം. മമ്പ്രം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 27 വരെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കുമെന്ന് തലശ്ശേരി പൊതുമരാമത്ത് നിരത്ത് ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ പിണറായി ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പിണറായിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പുത്തൻകണ്ടം വഴി താഴേക്കായലോട് കണ്ണൂർ റോഡിൽ പ്രവേശിക്കണം. അഞ്ചരക്കണ്ടിയിൽ നിന്നും തലശ്ശേരി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മൈലളി മൊട്ടയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കുഴിയിൽ പിടികിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പവർലു മൊട്ട കണ്ണൂർ റോഡ് വഴി കടന്നു പോകണം. കൂത്തുപറമ്പിൽ നിന്നും പിണറായിക്ക് വരുന്ന വാഹനങ്ങൾ താഴെ കായലോടിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പുത്തൻകണ്ടം വഴി പോകണം. 3 പെരിയ ഭാഗത്തു നിന്ന് പിണറായിലേക്ക് പോകുന്ന വാഹനങ്ങൾ 3 പെരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോകണം. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.